ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, രോഗശാന്തി വരത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, പിതാവായ ദൈവം തൻ്റെ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഈശോ അനേകരെ സുഖപ്പെടുത്തുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 18-ാം തിരുവചനം നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 18 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ച് ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ചെന്ന് പറയണം, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവിനെ പ്രതീക്ഷിക്കണമോ? ഈ ചോദ്യം കേട്ട് ഈശോന് മറുപടി പറയുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഈശോ അനേകം പേരെ രോഗത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തിയിരുന്നു. അനേകം അന്ധരെ അല്ലെങ്കിൽ കുരുടരെ സുഖപ്പെടുത്തിയിരുന്നു. ഈശോ അവരോട് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം യോഹന്നാനോട് ചെന്ന് അറിയിക്കുക. ഈശോ അനേകം കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ചെകിടർക്ക് കേൾവി കൊടുക്കുകയും മുടന്തർക്ക് സൗഖ്യം കൊടുക്കുകയും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് പറയുകയാണ്, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവന് കൂടുതൽ ഭാഗ്യമുണ്ടാകും. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവന് കൂടുതൽ ഭാഗ്യമുണ്ടാകും. സഹോദരങ്ങളെ, ഈശോ അനേകരെ സുഖപ്പെടുത്തിയതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പറയുന്നു, അന്ധർക്ക് അല്ലെങ്കിൽ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, മുടന്തർക്ക് നടക്കാനുള്ള ഭാഗ്യം എത്തിച്ചു കൊടുക്കുന്നു, ബന്ധിതർക്ക് അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചനം, പീഡകളിൽ നിന്നുള്ള മോചനം, എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് അനേരെ സൗഖ്യപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും നീ സൗഖ്യപ്പെടുത്തണമേ. വിവിധ മേഖലകളിൽ ഞങ്ങൾക്ക് അസ്വസ്ഥതകളുണ്ട്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ, അശുദ്ധാത്മാക്കളുടെ പീഡനങ്ങൾ, യഥാർത്ഥമായ കണ്ണിന്, ആന്തരികമായ കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥ, ബാഹ്യമായ കണ്ണിന് കാഴ്ചക്കുറവുള്ള അവസ്ഥ, ചെവി കേൾക്കാൻ പാടില്ലാത്ത സാഹചര്യം, നടക്കുവാനുള്ള ബുദ്ധിമുട്ട്. ഈശോയെ, ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്ന് നീ ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഈ ഞങ്ങളുടെ മേൽ വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഇപ്പോൾ രോഗികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരിലേക്ക് നീ കടന്നു വന്ന് അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കൃത്യമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.